കുട്ടികളിൽ കണ്ടുവരുന്ന ബി സെൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ അഥവാ BALL എന്ന അർബുദരോഗത്തിന്റെ ചികിത്സയ്ക്കായി ഏറെ ഫലം നൽകുന്ന ബ്ലിനാറ്റുമോമാബ് എന്ന മരുന്നിന് UK-യിൽ അനുമതി. പരീക്ഷണഘട്ടത്തിലുള്ള ഈ മരുന്ന് ഒട്ടേറെ മാതാപിതാക്കളുടെ വേദനയ്ക്ക് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. കീമോതെറാപ്പിയേക്കാൾ ശരീരത്തിന് കേടുവരുത്താത്തതും ക്യാൻസർ കോശങ്ങളെ കൂടുതൽ ലക്ഷ്യം വെക്കുന്നതുമാണ് ഈ മരുന്ന്. ഇത് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും കീമോയേക്കാൾ ഗുണകരമായി മാറുന്നതെന്നും പരിശോധിക്കാം. മരുന്നു കമ്പനിയായ ആംജനാണ് ഈ മരുന്ന് ഉത്പാദിപ്പിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ BALL ബാധിച്ച കുട്ടികളിൽ ഈ മരുന്ന് പ്രയോഗിക്കാൻ അനുമതി നൽകിയതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന ഗുരുതരമായ ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയുടെ ഒരു സാധാരണ വകഭേദമാണ് BALL. UK-യിൽ വർഷത്തിൽ ശരാശരി 450 കുട്ടികളിൽ ഈ അർബുദം സ്ഥിരീകരിക്കുന്നതായി BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ക്യാൻസർ ബാധിതരായ മുതിർന്നവരിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് ഇതിനോടകം അനുമതി നൽകിയിട്ടുണ്ട്. ലണ്ടനിലെ ഗ്രേറ്റ് ഓർമണ്ട് സ്ട്രീറ്റ് ഹോസ്പിറ്റലിലും രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് 20 ആശുപത്രികളിലും ഈ മരുന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ലുക്കീമിയ കോശങ്ങളിലെ CD19 പ്രോട്ടീനെ ലക്ഷ്യമിട്ടാണ് ഡിന പ്രവർത്തിക്കുന്നത്. അതേസമയം ശരീരത്തിലെ മറ്റ് ആരോഗ്യപ്രദമായ കോശങ്ങളെ ഈ മരുന്ന് ദോഷകരമായി ബാധിക്കുകയുമില്ല. 4 ആഴ്ചത്തേക്ക് 24 മണിക്കൂർ ഇടവിട്ടാണ് മരുന്ന് നൽകുന്നത്. ഇടയ്ക്ക് 2 ആഴ്ച ഇടവേള നൽകും. വീട്ടിൽ വെച്ച് പോർട്ടബിൾ ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചും മരുന്ന് നൽകാവുന്നതാണെന്ന് GOSHലെ വെബ്സൈറ്റിൽ പറയുന്നു. ദ്രാവക രൂപത്തിലാണ് ഈ മരുന്നുള്ളതെന്ന് BBC റിപ്പോർട്ടിൽ പറയുന്നു. രോഗിയുടെ കൈയിലെ ഞരമ്പിലൂടെയാണ് മരുന്ന് കയറ്റുന്നത്. ഡോസേജ് ക്രമീകരിക്കുന്ന ഒരു പമ്പും ഉണ്ടാകും. ബാറ്ററി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബ്ലിന ഉപയോഗിച്ചുള്ള ചികിത്സ വഴി കീമോതെറാപ്പിയിൽ 80% കുറവ് വരുത്താൻ കഴിയുമെന്ന് BBCയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജർമ്മൻ കമ്പനിയായ മൈക്രോമെറ്റ് എന്ന ബയോടെക്നോളജി സ്ഥാപനത്തിൽ നിന്ന് $1.2 ബില്യൺ 2012-ൽ ആംജൻ ബ്ലിൻസിറ്റോയെ സ്വന്തമാക്കിയത്. അസമയം ബ്ലിൻസിറ്റോ അതിന്റെ രാസനാമമായ ബ്ലിനാറ്റുമോമാബ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്.